ഹായ്, അങ്ങനെ നമ്മൾ ഡ്യൂറൻഡ് കപ്പിൻ്റെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഡ്യൂറൻഡ് കപ്പിലെ ചരിത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിലും മികച്ച മാർജിനും ഗോൾ ഡിഫറൻസിലും ഒക്കെയാണ് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. മുംബൈക്കെതിരെ നമുക്ക് 8-0 വിൻ നേടാനായി. അതേപോലെ ആർമി ടീം നമ്മൾ 7-0 തോൽപ്പിച്ചു. പഞ്ചാബിനെതിരെ നമുക്ക് 1-1 ഡ്രോ ആയിരുന്നു. അവിടെ അധികം ഗോൾ അടിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ ആദ്യമായിട്ടല്ല ഈ റിസർവ് ടീമിനെതിരെ ആർമി ടീമിനെതിരെ ആയിട്ട് കളിക്കുന്നത്. ഇവൻ കോളേജ് ടീമിനെതിരായിട്ടും കളിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ അടിക്കാത്ത രീതിയിലുള്ള ഗോളുകൾ നമ്മൾ അടിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ക്രെഡിറ്റ് എന്തായാലും നമ്മൾ കോച്ചിന് കൊടുക്കണം. എനിക്ക് പ്രധാനമായിട്ട് ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത് ഈ 4-3-3 ഫോർമേഷൻ തന്നെയാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. 3 പ്ലേയേഴ്സ് നമ്മൾ അറ്റാക്കിൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സൈഡിൽ നല്ലധികം ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസും ചാൻസ് ക്രിയേഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അറ്റാക്കിംഗ് പ്ലേ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. യെസ്, വീക്കർ ടീംസാണ്, ബട്ട് വീക്കർ ടീംസിനെതിരെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഞ്ചാബിൻ്റെ കേസ് നോക്കുന്നത് 1-1 അടിച്ചുള്ളൂ. പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പഞ്ചാബിൻ്റെ എതിരെ നമ്മൾ ഈ 4-3-3 ഫോർമേഷനിൽ സ്റ്റിക്ക് ചെയ്തിട്ടില്ല. പലപ്പോഴും നോഹ കുറച്ച് ഇറങ്ങി വന്നിട്ട് ഒരു ഡിഫൻസ് കോൺട്രിബ്യൂഷൻ കൂടി കൊടുത്തിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഓപ്പോസിഷൻ ടീമിനെതിരെ റെസ്പെക്ട് ചെയ്ത് കളിക്കുന്നതാണ് കോച്ച് പറഞ്ഞത് പ്രീ മാച്ചിൽ. അപ്പോൾ അത് അങ്ങനെ ആയിട്ട് നമുക്ക് കരുതാം. എന്തായാലും ഐസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഈ 4-3-3 ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഗോൾസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് CSF മാച്ചിലേക്ക് വരാം. സെക്യൂരിറ്റി ഫോഴ്സ് കുറച്ചും കൂടി ഡിഫൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വളരെ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോട് കൂടിയാണ് അവർ കളിക്കാനായിട്ട് ഇറങ്ങിയത്. അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് കളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല. ഒരു ഗോൾ വഴങ്ങി, രണ്ടാമത്തെ ഗോൾ വഴങ്ങി, 16 മിനിറ്റിനുള്ളിൽ മൂന്നാമത്തെ ഗോൾ വഴങ്ങുമെങ്കിലും നമ്മൾ ഒന്ന് ആലോചിക്കണം. നമ്മുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഒന്ന് റീതിങ്ക് ചെയ്യണമായിരുന്നു. പക്ഷേ ആ ഒരു രീതിയിലൊരു അറ്റംപ്റ്റ് CSFൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സെക്യൂരിറ്റി ഫോഴ്സ് ഭയങ്കര ഇൻസെക്യൂറായിട്ടാണ് കളിച്ചത്. നമ്മുടെ ഹാഫിൽ വന്ന് നമ്മൾ പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ ശ്രമിച്ചു. പണ്ട് ബസ്സിലൊക്കെ കയറുമ്പോൾ കണ്ടക്ടർ പറയും പിള്ളേരോട് കയറി നിൽക്കാൻ, മിഡിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവിടെ കയറി ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടെന്ന് പറയും. ആ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ട്. ഒരു പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് കയറി നമ്മുടെ ഹാഫിൽ പോയി, എന്നാലും മിഡ്ഫീൽഡിൽ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് വിട്ടിട്ടാണ് പോയത്. അവിടെ ലിറ്ററലി നമ്മൾ നല്ല രീതിയിൽ ഫുട്ബോൾ കളിച്ച് നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് പ്രോപ്പറായിട്ട് കളിച്ച്, പ്രത്യേകിച്ച് ഫ്രെഡി, ലൂണ, അതേപോലെ തന്നെ അസറൊക്കെ നല്ല രീതിയിൽ മിഡ്ഫീൽഡിൽ 1 ടച്ച് പാസ്സൊക്കെ ആയിട്ട് അവരെ ബ്രേക്ക് ചെയ്തും നല്ല രീതിയിൽ പ്രോഗ്രസീവായിട്ട് നമ്മൾ കളിച്ച് ബോൾ ക്യാരി ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ നമ്മൾ ഫുട്ബോൾ തന്നെ അവിടെ കളിച്ചു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും അത് നമുക്ക് ക്രെഡിറ്റ് നമ്മളെന്തായാലും കോച്ചിന് കൊടുക്കണം. പിന്നെ ഇതിലുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി, ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിൽ ഒരു ടെക്നിക്കലി അവയർനെസ് വൈസ് ആയാലും ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ജീക്സൺ സിംഗ് പോയി, പക്ഷേ അറ്റാക്കിംഗ് ഗെയിം പ്ലേയിൽ പുള്ളി പോയത് നന്നായെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ രീതിയിലുള്ള കളി ജീക്സൺ സിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. അസറിൻ്റെ സൈഡിൽ നിന്നായാലും അസറ ഗോളൊക്കെ അടിച്ചത് അവർ ടേൺ ചെയ്തിട്ട് പുള്ളി അടിച്ചതൊന്നും സാധാരണ നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിന് കാണാത്തൊരു സംഭവമാണ്. അത്രയും ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമ്മുടെ പുതിയ തലമുറയിലുണ്ട്. നമുക്ക് വളരെ ശുഭകരമായിട്ടുള്ളൊരു സൂചനയാണ്. എന്തായാലും ആ രീതിയിൽ നല്ല മികച്ച രീതിയിലാണ് നമ്മൾ കളിച്ചത്. പിന്നെ നമ്മൾ 4-3-3 ഫോർമേഷൻ പറഞ്ഞു. നമ്മൾ ഡിഫൻസിൻ്റെ കേസിൽ വരുമ്പോൾ 7 പേരായിട്ടാണ് ഡിഫെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ലിറ്ററിൽ നമ്മൾ 7 പേരായിട്ടല്ല ഡിഫെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഈ 4-3-3 ഫോർമേഷനിൽ ഫ്രണ്ട് 3ക്കും ഡിഫെൻസീവായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അതും നമ്മൾ നല്ല രീതിയിൽ കളിച്ചു. പല ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ ഫ്രണ്ട് 3യിലെ പ്രസ്സിങ്ങിൻ്റെ റിസൾട്ടായിട്ടാണ്. അപ്പോൾ പ്രസ്സിങ്ങിൽ നമ്മൾ എടുത്തു പറയേണ്ട പേരാണ് പെപ്രയുടെ കേസ്. പെപ്ര കഴിഞ്ഞ കളി 3 ഗോൾ അടിച്ച്. പെപ്രനെ കുറിച്ചൊരു വാക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വീഡിയോയിൽ പെപ്രനെ കുറിച്ച് പറയണം. കാരണം അത്ര കോൺട്രിബ്യൂഷൻ പുള്ളി ഗെയിമിൽ തരുന്നുണ്ട്. പെപ്രയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻറ്റ് റോളിലാണ് ഈ മാച്ചിൽ കോച്ച് പെപ്രനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മെയിൻ സ്ട്രൈക്കർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ച് വിഡ്രോ ചെയ്തിട്ടാണ് പുള്ളി ഈ മാച്ച് കളിച്ചിട്ടുള്ളത്. പലപ്പോഴും മിഡിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് ഒരു അഡീഷണൽ പ്ലെയർ എന്നുള്ള രീതിയിൽ പാസിംഗ് ഓപ്ഷനായിട്ട് മിഡിൽ നിന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് അവിടെ നിന്ന് കളി ഫോർവേഡ് എന്ന രീതിയിൽ പെപ്രനെ കണ്ടിട്ടുണ്ട്. പെപ്രയുടെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് സിസ്റ്റത്തിലാണ് കളിക്കുന്നത്, എവിടെയൊക്കെ പ്ലെയേഴ്സ് എന്നുള്ളൊരു അവയർനെസ് പുള്ളി കാണിക്കാറുണ്ട്. അത് പലപ്പോഴും കണ്ടുവരുന്നത് ഐമനായിട്ട് നല്ലൊരു കണക്ഷൻ പുള്ളിക്കുണ്ട്. ഇപ്പോൾ പഞ്ചാബ് മാച്ചിൽ ഇതേപോലെ ഐമന് ഫാർ പോസ്റ്റ് പുള്ളി ഒരു അസിസ്റ്റ് കൊടുത്തിരുന്നു. ഈ മാച്ചിൽ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി വിഡ്രോ ചെയ്തിട്ട് ഒരു 2 സെൻറ്റർ ബാക്ക് ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലൊക്കെ പലപ്പോഴും പൊസിഷൻ ചെയ്ത് നിന്നിട്ട് അവർ എൻഗേജ് ചെയ്തിട്ട് ഫാർ പോസ്റ്റിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. ഫാർ പോസ്റ്റിൽ കൂടെയുള്ള ഗോൾ നമുക്ക് ഈ സീസണിൽ കുറേ എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ ആ ഫാർ പോസ്റ്റിൽ ഐമനൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കുന്ന രീതിയിൽ പെപ്ര കളിച്ചിട്ടുണ്ട്. ഈ ഐമനായിട്ടുള്ള സിങ്ക് വിത്ത് ദ ബോൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ലാസ്റ്റ് മാച്ചിൽ പഞ്ചാബിനെ അസിസ്റ്റ് ചെയ്ത് കേസ് പറഞ്ഞു. ഈ മാച്ചിലും കുറച്ച് കോമ്പിനേഷൻസ് ഐമനായിട്ട് വരുന്നുണ്ട്. ഇത് ഈ മാച്ചിൽ മാത്രമല്ല, നമ്മൾക്ക് ലാസ്റ്റ് ഇയർ തൊട്ടും നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഐമനായിട്ട് നല്ല രീതിയിൽ കോമ്പിനേഷൻ കളിക്കാൻ പെപ്രയ്ക്ക് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാച്ചുകൾ കൂടി വരുമ്പോൾ കോമ്പിനേഷൻ കൂടി വരാനായിട്ട് ചാൻസ് ഉള്ളൂ. ഈ മാച്ചിലൊരു അസിസ്റ്റും
ഐമിന് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കേസാണ്. അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാസ് കൊടുക്കുന്നുള്ളൂ, പക്ഷേ ആ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് അത് സീറോ, അതിനൊരു പ്രീ അസിസ്റ്റ് ഇല്ല. അത് ബിഗൻ ചെയ്യുന്നത് തന്നെ പ്രസ്സിങ്ങിൽ നിന്നാണ്. പ്രസ്സിങ്ങിൽ നിന്ന് പുള്ളി ബോൾ റിക്ക് ചെയ്ത് പുള്ളി ബോൾ ക്യാരി ചെയ്തിട്ട് അപ്പോൾ ഐമ കറക്റ്റായിട്ട് പുള്ളിക്ക് ഒരു അഡീഷണൽ പാസിംഗ് ഓപ്ഷനായിട്ട് വരുന്നു. പുള്ളി അതിനനുസരിച്ച് ബോൾ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഒരു സിങ്ക് അവിടെ ഉണ്ട്. അത് ആ ഗോൾ ക്രിയേറ്റ് ചെയ്ത് ശരിക്കും പെപ്രയുടെ ഒരു എഫക്റ്റിൽ നിന്നാണ്, ആ പ്രസ്സിങ്ങിൻ്റെ ഒരു എഫക്റ്റിൽ നിന്നാണ്. മിക്കിൽ സാറുടെ 3ാമത്തെ പാർട്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസ്സിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. തായ്ലൻഡിൽ എങ്ങനെയാണ് പുള്ളി ചാൻസസ് പ്രസ്സിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്തത്, സെയിം രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് വരേണ്ടതുണ്ട്. ഐസിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രസ്സിങ്ങിൽ നിന്ന് നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്തതായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു 7 പേരായിട്ടാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത്. അത് ട്രൂ അല്ല. കാരണം ഫ്രണ്ട് 3 നമ്മൾ ഓപ്പോസിഷൻ ടീമിൻ്റെ ബോൾ കിട്ടുമ്പോൾ വെറുതെ ഇരിക്കില്ല. നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ചാൻസ് ഈ കഴിഞ്ഞ മാച്ചിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആർമി ഞാൻ പറഞ്ഞ പോലെ അവർ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യാൻ നോക്കി, എന്നാലോ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ബിൽഡപ്പ് ചെയ്യാൻ നോക്കി. അത് രണ്ടും അവർക്ക് ചെയ്ത മിസ്റ്റേക്കുകളായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് മിഡിൽ ബോൾ വിൻ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അവർ ഫസ്റ്റ് ഹാഫിൽ തന്നെ റീഡ് ചെയ്തിട്ട് വേറെ രീതിയിൽ കളി സ്വിച്ച് ചെയ്യണമായിരുന്നു. എന്തായാലും അങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു പെപ്പർക്ക് ബോൾ കിട്ടുമ്പോഴും പുള്ളിക്കൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. നോഹയുടെ ഹാർട്ടിക്ക് കംപ്ലീറ്റ് ചെയ്ത ഗോളും അതും അസിസ്റ്റ് ചെയ്യുന്ന പെപ്പറയാണ്. ലെഫ്റ്റ് ഫുട്ട് ആണെങ്കിൽ പോലും കറക്റ്റ് പാത്തിലേക്ക് നോഹയുടെ റൺ വിക്ക് ചെയ്ത് പുള്ളി അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കണക്ഷനാണ് പെപ്രയും നോഹയും തമ്മിലുള്ള കണക്ഷൻ. പണ്ട് നമ്മൾ പറയുന്നു ഡയസ്, അൽവാര, ലൂണയൊക്കെ സ്പാനിഷ് സ്പീക്ക് ചെയ്യുന്ന പ്ലെയേഴ്സാണ്. അവർ തമ്മിൽ ലാംഗ്വേജിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്, അവർ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ളത്. പെപ്രയും നോഹയൊക്കെ ഇതേപോലെ ആഫ്രിക്കൻസാണ്. ആഫ്രിക്കൻ ലാംഗ്വേജ് വെച്ചൊരു കണക്ഷൻ അവർ തമ്മിലുണ്ടെന്ന് തോന്നുന്നു. അവർ തമ്മിൽ ഇൻസ്റ്റാഗ്രാം ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ലീക്കായിട്ടുണ്ട്. പണ്ട് ഇതേപോലെ എക്സാമിനൊക്കെ പോകുമ്പോൾ അമേരിക്കൻ വിപ്ലവം ഞാൻ വയ്ക്കും, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം എൻ്റെ ഫ്രണ്ട് വയ്ക്കും. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഇതിന് ശേഷം തുണ്ട് എനിക്ക് പാസ് ചെയ്യും. ആ തുണ്ടാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതാണോ ഉദ്ദേശിച്ചത്? എന്തായാലും നല്ല രീതിയിലൊരു കണക്ഷൻ, ഒരു പാസിങ്ങും കാര്യങ്ങൾ അവർ തമ്മിലുണ്ട്. ആ അസിസ്റ്റ് നമ്മളൊന്നും കൂടി എടുത്ത് കാണേണ്ട ഒരു സംഭവമാണ്. കാരണം അത് അസറിൽ നിന്ന് വരുന്നൊരു പാസ് പെപ്പറിലേക്ക് എത്തുന്നില്ല. പെപ്പർ ഒരു അവിടേക്ക് ഇറങ്ങി നിന്ന് ആ ബോൾ എടുക്കുന്നുണ്ട്. പക്ഷേ ആ ബോളിൽ എന്താ പറഞ്ഞ പോലെ ഒരു ഷീൽഡ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ടച്ച് പോലും പുള്ളി എടുക്കുന്നില്ല. നോഹ ഓൾറെഡി അവിടെ റണ്ണ് മേക്ക് ചെയ്യുന്നുണ്ട്, ഒരു പാസ് എക്സ്പെക്ട് ചെയ്തിട്ട്. ആ പുള്ളി റീഡ് ചെയ്തിട്ട് ഫസ്റ്റ് ടച്ച് പോലും എടുക്കാണ്ട് ഔട്ട് സൈഡ് ഓഫ് ദ ബൂട്ട് ചെയ്യുന്ന ഒരു പാസ് ഫസ്റ്റ് ടൈം കൊടുക്കണം. അതൊരു നല്ലൊരു അസിസ്റ്റായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഇനി ഇങ്ങനെ ഗെയിമുകൾ കൂടി വരുമ്പോൾ നല്ല രീതിയിൽ കണക്ഷൻ ഒരു ഫ്രണ്ട് 3 ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ഒരു കോമ്പിനേഷൻ പ്ലേ ഒക്കെ കാണാനായിട്ട് പറ്റും. അതേപോലെ നോഹേൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോഹ ഇങ്ങനെ പലപ്പോഴും റണ്ണ് മേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിനെ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ 4-3-3 ഫോർമേഷൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ശരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഒരു DP എന്ന് തന്നെ ആ രീതിയിൽ വരണം. നോഹ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഹൈലൈറ്റ്സ് വീഡിയോ ചെയ്ത് ആ വഴിക്ക് പോയി. നോഹ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ ലോങ് ബോൾ ചെയ്യണം. നമ്മളെന്തായാലും 3 പേര് അറ്റാക്കിൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. നോഹ ഇതേപോലെ വിങ്ങിൽ റണ്ണ് മേക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഡിഫൻസ് ഓപ്പോസിഷൻ പ്ലെയേഴ്സ് ഇങ്ങനെ കയറി വരുന്ന ഹൈലൈൻ ഡിഫൻസ് കളിച്ച് മിഡിലെ സ്പേസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് മിഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നോഹ എന്നുള്ളൊരു ത്രെറ്റ് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ലോങ് ബോൾ കൊടുത്തിട്ട് അവിടെ ഡിഫൻസ് ലൈനും ഗോൾ കീപ്പറും ഇടയിലുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നോക്കി കയറി ഒന്ന് ഗോൾ അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ത്രെറ്റ് ഓപ്പോസിഷൻ ടീം മനസ്സിലാക്കിയിട്ട് അവർ കുറച്ചും കൂടി ഹൈലൈൻ കളിക്കാണ്ട് കുറച്ച് ഇറങ്ങി കളിക്കും. അപ്പോൾ നമുക്ക് മിഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സ്പേസ് കിട്ടും. എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിങ്ങനെ അറ്റാക്കിംഗ് വെറൈറ്റി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് പറ്റും. അത് ചെയ്യണം. അത് നമ്മൾ ഡിഫൻസീവ് പ്ലേയേഴ്സ് അസറായാലും ഫ്രെഡി ആയാലും അവർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും അവർക്കൊരു ഈ പാസ് കോൺഫിഡൻസ് ഇല്ല, ഇത് കൊടുക്കണം ലോങ് ബോൾ. അത് ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അറ്റാക്കിംഗ് വെറൈറ്റീനെ അത് ഇല്ലാണ്ടാക്കും. ശരിക്കും അത് വേണം, എന്നാലും പൊസിഷൻ കുറച്ചും കൂടിയും നമ്മൾ അറ്റാക്കിനെ പേടിക്കുകയുള്ളൂ. എന്തായാലും അങ്ങനെ നമ്മൾ ഡിഫൻസിൽ നിന്ന് പിന്നെയും ഒരു ലോങ് ബോൾ കൊടുക്കുന്ന മിലോസിൻ്റെ പ്രകടനം എടുത്ത് പറയണം. ഇന്നത്തെ മാച്ച് നല്ല രീതിയിൽ അറ്റാക്കിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റും. ഡിഫൻസിന് കുഴപ്പമുണ്ടായില്ല, പുള്ളി നല്ല ഒരു സ്ലൈഡിങ് ടാക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ മിഡിലേക്ക് നേരിട്ട് ആ ഒരു ഫ്രണ്ട് ലൈൻ ചിലപ്പോൾ സെക്കൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ബോൾ നേരിട്ട് നമ്മൾ അറ്റാക്കിംഗ് പ്ലേയേഴ്സിലേക്ക് എത്തിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. നോഹലിക്കും കുറച്ച് ബോൾ കൊടുക്കുന്നത്, കുറച്ച് ബോൾ എത്തുന്നത്, കുറച്ച് ബോൾ എത്തുന്നില്ല. പക്ഷേ ആ ഒരു വിഷനും കാര്യങ്ങളും പുള്ളിക്കുണ്ട്. അതായത് അതൊരു നല്ലൊരു കാര്യമാണ്. ഇനിയും നല്ല രീതിയിൽ ശരിക്കും ആ ഡിഫൻസ് ലൈൻ്റെ പറയിലേക്ക് എത്തുന്ന രീതിയിൽ ബോളുകൾ കൊടുക്കണം. അത് മിലോസിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തെടുത്ത് പറയേണ്ട പ്ലെയറാണ് ലൂണ. പല മിസ്പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലൂണ കളിക്കുന്ന റോള് ലാലേട്ടൻ പറഞ്ഞ പോലെ അത് കളിക്കാൻ വേറെ ആരും ഇല്ല. അത് കറക്റ്റായിട്ട് പാസ് കൊടുത്ത് മൂവ്മെൻറ്റ് എവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസ് ഒക്കിപ്പൈ ചെയ്യുക, ഈ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല. ആ മൂവ്മെൻറ്റ് വെച്ചിട്ട് പുള്ളി കളിക്കുന്നത്. നമ്മൾ ഓൾ ടുഗദർ നമ്മൾ കളി നോക്കുകയാണെന്നുണ്ടെങ്കിലും ബോൾ ക്യാരി ചെയ്തിട്ടുള്ള പരിപാടിയല്ല, ഈ പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടുള്ള കളിയാണ്. അത് ഓപ്പോസിഷൻ ടീമിന് ശരിക്കും തലവേദനയാണ്. പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ, ഓപ്പോസിഷൻ ടീം പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ, അവർ ആ ഗെയിം റീഡ് ചെയ്തില്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കളിയാണ്. അത് എക്സിക്യൂട്ട് എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ടഫ് ഒപ്പോണൻസ് ആയിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ലൂണ ഇതിലൊരു കീ പ്ലെയർ തന്നെ, പുള്ളി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു നോഹയുടെ കേസ്, നോഹയ്ക്ക് ലോങ് ബോൾ കൊടുക്കുന്നില്ല. പലപ്പോഴും
സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്ന് പക്ഷേ ലൂണയും നോഹയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. കറക്റ്റായിട്ട് നോഹ റൺ ചെയ്യുമ്പോൾ പുള്ളി ബോൾ കൊടുക്കുന്നുണ്ട്. നേരത്തെ മിലോസും ഒരു ബോൾ ഇതേപോലെ ലൂണയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഒരു വ്യത്യാസം. ശരിക്കും DM-ൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ബോളുകൾ വരണം. ഒരു ഒഡീഷയൊക്കെ കാലങ്ങളായിട്ട് ജാഹുവിന് വെച്ച് ചെയ്യുന്നൊരു സാധനം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇപ്രാവശ്യം നമുക്കുണ്ട് 4-3 കളിക്കുമ്പോൾ. അത് നമ്മൾ കുറച്ചും കൂടി ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു ഫോറിൻ ടീമിനെ സൈൻ ചെയ്യണമെന്നാണ് എനിക്കൊരു പേഴ്സണലി ആഗ്രഹം. ഇപ്പോൾ പെപ്ര കളിച്ച് വരുന്നുണ്ട്. പുള്ളി എങ്ങനെ ഒരു 5-6 ഗോൾ അടിക്കും. പിന്നെ എന്തായാലും നോഹ കുറച്ച് ഗോൾ അടിക്കും. ഫാർ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ ചാൻസ് കൂടുതൽ, 10 ഗോൾ നോഹ. പിന്നെ ഐമൻ, അസർ, അതേപോലെ ലൂണ ആരെങ്കിലുമൊക്കെ അടിച്ചിട്ട് എന്തായാലും നമ്മൾ ഗോൾ ടാലി നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് വേണ്ട കുറച്ചും കൂടി ഡിഫൻസീവ് സ്റ്റെബിലിറ്റിയാണ്. അതേപോലെ ഒരു അറ്റാക്കിംഗ്ലി ഫ്രണ്ട് 3 കമ്മിറ്റ് ചെയ്യാനായിട്ടൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പ്ലെയർ, ഫോറിൻ പ്ലെയർ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ഫോർവേഡ് നല്ലത് വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെപ്രനെ ലോൺ ഔട്ട് ചെയ്തിട്ട് ഒരു സെൻട്രൽ ഫോർവേഡിന് സൈൻ ചെയ്യുക. പുള്ളിക്ക് പരിക്ക് പറ്റിയ നോഹാനെ എടുത്ത് കളിപ്പിക്കുക. അതുപോലെ ഒരു DM-നെ എടുക്കുക. ചിലപ്പോൾ മിഡ്ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലൂണനെ കളിപ്പിച്ചില്ല അർത്ഥമില്ല. അപ്പോൾ ലൂണനെ മാറ്റിയിട്ട് ഇതുപോലെ DM-നെ കളിപ്പിക്കുക. പുള്ളി അത്യാവശ്യം ബോൾ പ്ലേയിങ് ആയിരിക്കണം കേട്ടോ, ഡിഫൻസീവ് ഡ്യൂട്ടി മാത്രമല്ല. ഇങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് കളി കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് ആലോചിക്കുന്നതാണ് ഈ ഡ്യൂറൻഡ് കപ്പിന് ഒരു പ്രീ സീസൺ ടൂർണമെൻറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. സാധാരണ നമ്മൾ വിചാരിക്കേണ്ട അറ്റ്ലീസ്റ്റ് ഐ ലീഗ് ടീമായിട്ട് അല്ലെങ്കിൽ റിസർവ് ടീമായിട്ട് കളിക്കുമ്പോൾ കുറച്ച് ഗോൾ അടിച്ചതിന് ശേഷം നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റി. നമ്മൾ ശ്രീകുട്ടനെ ഒക്കെ ഇറക്കിയിട്ട് ബ്രൈസിനൊക്കെ ഇറക്കി ശ്രീകുട്ടനെ സബ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോർമേഷനിൽ ഒരു മാറ്റം വരുത്തി. ഫ്രണ്ട് 3 ഇൻഡാക്റ്റ് ആക്കി വെച്ചിട്ട് ഒരു ഡബിൾ പിവറ്റും വെച്ചിട്ട് നമ്മൾ ഒരു 5 men ബാക്ക്, ഞാൻ 5-2-3 എന്നാണ് ഈ ഫോർമേഷൻ വിളിക്കുക. 5 men ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ 5 പേരും വന്നിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ചെയ്യും. 3 men ബാക്കാണ്, 3 സെൻറ്റർ ബാക്കും ഈ 2 വിങ് ബാക്കുള്ള കളി. 5-2-3 ഫോർമേഷൻ പുള്ളിക്കാരൻ തായ്ലൻഡിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോർമേഷൻ. ആ ഫോർമേഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കായിരുന്നു. നവോച്ച, പ്രീതം, ഹോമിപ്പോമൊക്കെ ആയിരുന്നു, ഓൾ ഇന്ത്യൻ ആയിരുന്നു. പക്ഷേ വിങ് ബാക്ക് ഇത് പറഞ്ഞ ബ്രൈസും ശ്രീകുട്ടനായിരുന്നു അറ്റാക്കിംഗ് പ്ലെയേഴ്സാണ്. കാരണം നമുക്ക് ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഡിഫൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനാരിയിൽ ഈ പറഞ്ഞ പോലെ കൊയഫ്, മിലോസ്, അതേപോലെ തന്നെ പ്രീതം, ഹോമി എല്ലാവരും യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി ഡിഫൻസീവായിട്ട് ഓർഗനൈസ് ചെയ്യാൻ നല്ല ഡിഫൻസീവ് ഔട്ട്പുട്ട് ഉണ്ടാക്കാനും ഈ ഒരു ഫോർമേഷന് പറ്റും. എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ട്രൈ ചെയ്തു ഇന്നത്തെ കളി ശ്രീകുട്ടനെ സബ് ചെയ്തതിന് ശേഷം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തായ്ലൻഡിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ആ ഒരു ഫോർമേഷൻ എങ്ങനെയാണ് നമുക്ക് കളിക്കാൻ പറ്റുക, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇന്നലത്തെ മാച്ചിൽ കാണാനായിട്ട് പറ്റി. അവസാനത്തെ 20 മിനിറ്റ് ഇതൊക്കെ നമുക്ക് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ഡ്യൂറൻഡ് കപ്പിൽ നമ്മൾ ഒരു പ്രീ സീസൺ ടൂർണമെൻറ്റായിട്ട് സോഫാർ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ അഡീഷണൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി. നമ്മുടെ സ്ട്രൈക്കേഴ്സിന് മെയിൻ സ്ട്രൈക്കർ വന്നിട്ടില്ല, എന്നാലും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു അറ്റാക്കിംഗ് കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റി. ഡിഫൻസ് ഇപ്പോഴും പലപ്പോഴും ഇൻഡിവിജ്വൽ മിസ്റ്റേക്കും ആസ് എ ടീം നമ്മൾ പ്രോപ്പർ ഡിഫെൻഡ് ചെയ്യുന്നില്ല. വെറുതെ ഒരു ലോങ് ബോളൊക്കെ തൂക്കിയിടുമ്പോൾ നമ്മൾ ആ ഡിഫൻസിനെ അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊരവസ്ഥയാണ്. അതെന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. അപ്പോൾ ബെറ്റർ പ്ലെയർ വരുമ്പോൾ, കോയഫൊക്കെ വരുമ്പോൾ ആ ഒരു സിനാരി ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. ശരി.